നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഇവിടെ അടുത്തൊരു പാർട്ടിലോട്ട് കിടക്കാം. എന്താണ് സോലുബിലിറ്റി? എന്താണ് ഒരു വസ്തുവിന്റെ സോലുബിലിറ്റി നോക്കാം. എന്നുവെച്ചാൽ ഒരു വസ്തു ഇപ്പൊ നമ്മൾ സിംഗിൾ ആയിട്ട് ഒരു വസ്തു ഒരു സോൾവെന്റിൽ ലയിക്കുകയോ ഇരിക്കുകയോ ആ ഒരു ഐഡിയ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ അവിടെ ചില കണ്ടീഷൻസ് കൂടെ പറയണം. ഞാനിവിടെ ഒരു നിശ്ചിത എമൗണ്ട് സോൾവെന്റ് എടുക്കുന്നു. എന്തെടുക്കുന്നത്? ഒരു നിശ്ചിത എമൗണ്ട് സോൾവെന്റ് എടുക്കുന്നു. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുമാണ്. ഈ ഒരു കണ്ടീഷനിൽ എ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ എത്രത്തോളം ഡിസോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നോക്കാൻ പോവാം. ഓക്കെ, നിശ്ചിത എമൗണ്ട് സോൾവെന്റില് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഞാൻ ഡിസോൾവ് ചെയ്യും. എത്രത്തോളം അളവ് ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ ഞാൻ പരമാവധി ഡിസോൾവ് ചെയ്യാൻ നോക്കണം. അങ്ങനെ പരമാവധി ഡിസോൾവ് ചെയ്ത് വന്നപ്പോൾ ഇതിന്റെ അളവ് എനിക്ക് ഏകദേശം വന്നത് ഒരു 20 ആവുന്നിരിക്കട്ടെ, 20 ഗ്രാം ആവുന്നിരിക്കട്ടെ, 20 ഗ്രാം എനിക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റി. ഇതിനെ പറയുന്നവരാണ് സോലുബിലിറ്റി. ഒരിക്കലും എക്സാമിന് ചോദിക്കത്തില്ല എന്താ സോലുബിലിറ്റി എന്ന് ചോദിക്കത്തില്ല. എങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ് സോലുബിലിറ്റി. നിശ്ചിത എമൗണ്ട് സോൾവെന്റില് പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു വസ്തുവിനെ എത്രത്തോളം ഡിസോൾവ് ചെയ്യാൻ പറ്റും അതിനെ പറയുന്നവരാണ് സോലുബിലിറ്റി. ഇത് ഏതിനെയൊക്കെ ഡിപെൻഡ് ചെയ്യും? ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട്. എന്താണ് നേച്ചർ ഓഫ് സൊല്യൂട്ട്? അതേപോലെ തന്നെ നേച്ചർ ഓഫ് സോൾവെന്റ്. അടുത്ത മൂന്നാമത് ടെമ്പറേച്ചർ. 4 പ്രഷർ. 4 ഫാക്ടറാണ് വരുന്നത്. ഒരു വസ്തുവിന്റെ സൊല്യൂബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 4 ഫാക്ടറാണ് ഒന്ന് പറഞ്ഞേക്കോ. നേച്ചർ ഓഫ് സൊല്യൂട്ട്, അതേപോലെ തന്നെ നേച്ചർ ഓഫ് സോൾവെന്റ്, നെക്സ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ ഈ യൂണിറ്റിലോ ഈ സൊല്യൂബിലിറ്റി പഠിക്കുന്നത് 2 കേസായിട്ടാണ് പഠിക്കുന്നത്. എത്ര കേസായിട്ടാണ് പഠിക്കുന്നത്? 2 കേസായിട്ട്. ആ 2 കേസ് എന്തൊക്കെയാണെന്ന് വെച്ചാലോ, ഫസ്റ്റ് കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വെച്ചാലോ, ഒരു സോളിഡിനെ എടുത്തോ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ് പഠിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനാണ് ഒരു സോളിഡിനെ എടുത്ത് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. രണ്ടാമത്തെ കേസ് പഠിക്കുന്നത് വെച്ചാലോ, ഒരു ഗ്യാസിനെ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ് പഠിക്കും. ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ് പഠിക്കും. ഫസ്റ്റ് കേസിലൂടെ നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന ഒരു സോളിഡിനെ ഇങ്ങോട്ട് ഡിസോൾവ് ചെയ്യുന്നത് ഒരു ലിക്വിഡിലോട്ട് ഡിസോൾവ് ചെയ്യാൻ പോവാം. ഈ കേസ് പഠിക്കാൻ പോവാം. എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഷുഗറിനെ ഡിസോൾവ് ചെയ്യുന്ന ഷുഗറിനെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ചാലോ, ഈ ഒരു കേസിലോ സൊല്യൂബിലിറ്റിയെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇവിടെ ഒരു സോൾവെന്റ് എടുത്തോ. ആ സോൾവെന്റ് എടുത്തിട്ട് ഞാൻ എ എന്ന് പറയുന്ന സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുന്നു. എ എന്ന് പറയുന്ന സൊല്യൂട്ടിനെ സോൾവെന്റിലോട്ട് ഡിസോൾവ് ചെയ്യുക. ഈ പ്രോസസ്സ് നടക്കുമ്പോ ഇവിടെ നിന്ന് ടെമ്പറേച്ചർ പുറത്തോട്ട് പോകാതിരിക്കട്ടെ. ഞാൻ എ എന്ന് പറയുന്ന വസ്തുവിനെ ഈ സോൾവെന്റിലോട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ടെമ്പറേച്ചർ പുറത്തോട്ട് പോകാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ പുറത്തോട്ട് പോകുന്നത്? ഈ പ്രോസസ്സ് നടക്കാൻ അയാൾക്ക് ടെമ്പറേച്ചർ വേണ്ട. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ പുറത്തോട്ട് പോകുന്നത്. ഈ ടെമ്പറേച്ചർ പുറത്തോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിന് എന്തെന്ന് പറയാം? എക്സോതെർമിക് എന്ന് പറയാം. എക്സോതെർമിക് എന്ന് പറയാം. ടെമ്പറേച്ചർ അയാൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ ഹീറ്റ് പുറത്തോട്ട് പോകുന്നത്. ഈ ടെമ്പറേച്ചർ വേണ്ടാത്ത പ്രോസസ്സിൽ ഈ പ്രോസസ് നടക്കാൻ നമ്മൾ ഈ ടെമ്പറേച്ചർ എല്ലാം കൊടുക്കണോ? വേണ്ട. ആ ഒരു കേസ് നമുക്ക് പറയാം. ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിയാല് സൊല്യൂബിലിറ്റി കുറയുക ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് ചെയ്യും? സൊല്യൂബിലിറ്റി കുറയുക ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മള് വസ്തുവിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ പുറത്തോട്ടാ പോകുന്നത്. എന്ന് വെച്ചാൽ അയാൾക്ക് ടെമ്പറേച്ചർ വേണ്ട. അങ്ങനെയുള്ള കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയാല് സൊല്യൂബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മറ്റൊരു കേസ് ഞാൻ നോക്കട്ടെ. മറ്റൊരു കേസ് എന്ന് വെച്ചാല് ഞാനിവിടെ സോൾവെന്റ് എടുക്കുന്നു. സോൾവെന്റ് എടുത്തിട്ട്
ബി എന്ന് പറയുന്ന വസ്തു ഡിസോൾവ് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന വസ്തു ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ടെമ്പറേച്ചർ എടുക്കുന്നിരിക്കട്ടെ, ഹീറ്റ് എടുക്കുന്നിരിക്കട്ടെ. ഹീറ്റ് എടുക്കുമെന്ന് വെച്ചാല് ആ പ്രോസസ് എന്തായിരിക്കും? പ്രോസസ് നടക്കാൻ വേണ്ടി ഹീറ്റ് എടുക്കുമെന്ന് വെച്ചാല് അത് എൻഡോതെർമിക് ആയിരിക്കും. എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഈ പ്രോസസ് നടക്കാൻ അയാൾക്ക് ഒരുപാട് ഹീറ്റ് വേണം. ഹീറ്റ് വേണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ, ഹീറ്റ് കൊടുത്താലോ പ്രോസസ് ഈസി ആയിട്ട് നടക്കും. എന്നുവെച്ചാൽ ചുരുക്കി പറയാം, ടെമ്പറേച്ചർ കൂട്ടിയാലോ ഈ എൻഡോതെർമിക് പ്രോസസ്സിന്റെ കേസിലോ സൊല്യൂബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സൊല്യൂബിലിറ്റി എന്ത് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്യാൻ പോവാ. എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ വസ്തുവിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുകയും ചെയ്യും. നേരെ മറിച്ച് എൻഡോതെർമിക് പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്തോ കൂടും? സൊല്യൂബിലിറ്റി കൂടുകയും ചെയ്യും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 2 പോയിന്റോട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ആ 2 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പോളാർ സൊല്യൂട്ട് കേട്ടിട്ടുണ്ടോ? പോളാർ സൊല്യൂട്ട് എന്ന് വെച്ചാൽ ഇവിടെ പൊളാരിറ്റി ഉണ്ട്, പൊളാരിറ്റി അല്ലെങ്കിൽ എന്തോ അവിടെ ചാർജ് ഉണ്ട്. അതല്ലെങ്കിൽ നോൺ പോളാർ സൊല്യൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? നോൺ പോളാർ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും കാണത്തില്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 പോയിന്റ് പറയുന്നത് എക്സാമിൽ ചോദിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം ടോപ്പിക്ക് പഠിക്കുമ്പോൾ. ഒരു പോളാർ സൊല്യൂട്ട് എപ്പോഴും സൊല്യൂബിൾ ആവുന്നതോ പോളാർ സോൾവെന്റിലായിരിക്കും. പോളാർ സൊല്യൂട്ട് എവിടെയാണ് സൊല്യൂബിൾ ആവുന്നത്? പോളാർ സോൾവെന്റിലായിരിക്കും. ഇനി അടുത്ത കേസ് എങ്ങനെ പറയാം? ഒരു നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നത് ഒരു നോൺ പോളാർ സോൾവെന്റിലായിരിക്കും. എവിടെയായിരിക്കും? ഒരു നോൺ പോളാർ സോൾവെന്റിലായിരിക്കും. ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞാൽ ഏത് കേസിലാണ് പറഞ്ഞത്? സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസിൽ ടെമ്പറേച്ചറിന്റെ കേസ് പറഞ്ഞ അതല്ല ലാസ്റ്റ് വന്ന പോയിന്റ് പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ ഡിസോൾവ് ആവും. അതുപോലെ തന്നെ നോൺ പോളാർ സൊല്യൂട്ട് എവിടെ ഡിസോൾവ് ആവും? നോൺ പോളാർ സോൾവെന്റിലാണ് ഡിസോൾവ് ആവുന്നത്. ടെമ്പറേച്ചർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫാക്ടർ നോക്കാം. ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോളിഡ് ലിക്വിഡ് സൊല്യൂഷന്റെ കേസിൽ പ്രഷർ എങ്ങനെ അഫക്ട് ചെയ്യും നോക്കാം. പ്രഷർ എങ്ങനെ അഫക്ട് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ഒരു കേസിൽ പ്രഷറിന് പ്രത്യേകിച്ച് എഫക്ട് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരുന്ന വസ്തു ഒന്ന് സോളിഡുമാണ്, അടുത്ത ലിക്വിഡുമാണ്. സോളിഡും ലിക്വിഡും ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻകംപ്രസിബിൾ ആണ്. ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പ്രഷറിന് പ്രത്യേകിച്ച് എഫക്ട് ഒന്നുമില്ല. നോ സിഗ്നിഫിക്കന്റ് എഫക്ട്. സോളിബിലിറ്റി ഞാൻ പറഞ്ഞ 2 കേസായിട്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു സോളിഡ് ലിക്വിഡുള്ള കേസ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഗ്യാസും ലിക്വിഡുള്ള കേസും പഠിക്കുന്നു. അതിനകത്ത് സോളിഡ് ലിക്വിഡ് കേസ് കഴിഞ്ഞു. അത് നമ്മുടെ 2 കേസ് അതിന്റെ ഫാക്ടർ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ അതിന്റെ ഫാക്ടർ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചറിന്റെ കേസ് പറഞ്ഞ്, രണ്ടാമത്തെ കേസ് ഏതും പറഞ്ഞ പ്രഷറിന്റെ കേസും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് കടന്നാലോ? രണ്ടാമത്തെ കേസ് എന്തുവാണ്? ഒരു ഗ്യാസിനെ എടുത്ത് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നു. ഗ്യാസിനെ എടുത്ത് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നു. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന എക്സാമ്പിൾ ഏതായിരിക്കും? സോഡ വാട്ടർ നിർമ്മിക്കുന്ന കേസോ. ഓക്കെ, രണ്ടാമത്തെ കേസോട് കിടക്കുവാനെ ഗ്യാസിനെ എടുത്ത് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഓർമ്മ വരുന്ന വെച്ചാൽ സോഡ വാട്ടറിന്റെ കേസാണ് ഓർമ്മ വരുന്നത്. സോഡ വാട്ടർ നിർമ്മിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് വാട്ടറിനെ ഡിസോൾവ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് 2 ഫാക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. അത് ഏതൊക്കെ ഫാക്ടറാ? ടെമ്പറേച്ചറും ഉണ്ട്, ടെമ്പറേച്ചറും ഉണ്ട്, പ്രഷറും ഉണ്ട്. 2 ഫാക്ടർ നമുക്ക് പഠിക്കണം. പക്ഷേ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രഷറിനാണ്. കാരണം ഈ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ലോയൊക്കെ നമുക്ക് പഠിക്കണ്ട. ഹെൻറിയസ് ലോ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഈ പ്രഷർ ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്നു നോക്കാം. ഈ സോഡ വാട്ടർ നിർമ്മിക്കുന്ന കേസിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസി ആയിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഉയർന്ന പ്രഷർ കൊടുത്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. ഉയർന്ന പ്രഷർ കൊടുത്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രഷർ കൂട്ടുമ്പോൾ ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി
ഒരു ലിക്വിഡിനകത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഹെൻറീസ് ലോ. അതിന്റെ കൂടെ ചില കണ്ടീഷൻസ് കൂടെ പറഞ്ഞാൽ മതി. സോഡാ വാട്ടറിന്റെ ഈ സോപ്പ് വെച്ചാൽ എന്നാലും നമ്മുടെ മനസ്സിൽ ഹെൻറീസ് ലോ വരും. പക്ഷേ ചില കണ്ടീഷൻസ് കൂടെ പറയണം. ഇങ്ങനെ ഞാൻ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയട്ടെ. അങ്ങനെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാ. ശ്രദ്ധിച്ചേ, ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ലോയാണ് ഹെൻറീസ് ലോ. ഇവിടെ എന്താണ് ഹെൻറീസ് ലോ? ഈ ഹെൻറീസ് ലോ പറയുന്നത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോ ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി ഇവിടെ സൊല്യൂബിൾ ആകുന്നത് ലിക്വിഡിൽ സൊല്യൂബിൾ ആകുന്നത്. ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ നിയമത്തിന് പറഞ്ഞതാണ് ഹെൻറീസ് ലോ. ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോ ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി ഇവിടെയാണ് ഒരു ലിക്വിഡിലോ ഏത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ ഇതല്ലാതെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവാൻ അറിയത്തില്ല, എങ്കിൽ കൂടി ഞാൻ ഇവിടെ പറയാം. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റത്തില്ലെങ്കിലോ ഹെൻറീസ് ലോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാലോ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഇവിടെ ഒരു സോൾവെന്റ് എടുത്ത് വെച്ചേക്കോന്നേ. ഈ സോൾവെന്റിലാണ് എ എന്ന് പറയുന്ന ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുന്നത്. ഈ എ എന്ന് പറയുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറോ ഞാൻ പി എന്ന് എടുക്കുന്നു. എങ്ങനെ എടുക്കുന്നത്? പി എന്ന് എടുക്കുന്നു. വേപ്പർ ഫേസിലാണ്. ഏത് ഫേസിലാണ്? വേപ്പർ ഫേസിലാണ്. എ എന്ന് പറയുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിനെ പി എന്ന് എടുക്കുന്നു. ഈ പ്രഷറോ ഇതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എ എന്ന് പറയുന്ന ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ മോൾ ഫ്രാക്ഷൻ എവിടെ നിന്ന് ചോദിച്ചോണേ? എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വെച്ചാല് ആ സൊല്യൂഷൻ ആപ്പാണ്. കാണുമല്ലേ? ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എവിടെയാണ്? വേപ്പർ ഫേസില്. ഏതിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ സൊല്യൂഷനകത്തുള്ള ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ പ്രൊപ്പോർഷണൽ സൈൻ വന്നാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കിയേ. ഇക്വേഷൻ എങ്ങനെ മാറും? P is equal to ഞാൻ ഒരു കോൺസ്റ്റന്റ് എടുക്കുക, ഹെൻറീസ് കോൺസ്റ്റന്റ് Kh into മോൾ ഫ്രാക്ഷൻ ഓഫ്. ഇപ്പോ ഗ്യാസ് എടുത്തത് A ആണ്, അതുകൊണ്ട് ഞാൻ കൈയ്യിൽ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. P is equal to Kh into മോൾ ഫ്രാക്ഷൻ ഓഫ് A. ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇപ്പം A എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുന്ന, B എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുന്ന, C എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുന്ന, ഈ ഗ്യാസിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ pH വാല്യൂ വ്യത്യാസമായിരിക്കും. ഒരു നിശ്ചിത ടെമ്പറേച്ചർ മറക്കല്ല. ഗ്യാസിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് ഹെൻറീസ് കോൺസ്റ്റന്റ് വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രഷറിന്റെ കാര്യം എല്ലാം മറന്നു കഴിഞ്ഞു. പ്രഷറിന്റെ എന്തൊക്കെയായിരുന്നു? സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഗ്യാസും ലിക്വിഡും ചേർത്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന എക്സാമ്പിൾ ഏതാ? എക്സാമ്പിൾ സോഡാ വാട്ടറോ. അവിടെ എങ്ങനെയാണ് പ്രഷർ അഫക്ട് ചെയ്യുന്നത്? പ്രഷർ കൂട്ടുമ്പോൾ എന്തോ കൂടും? സൊല്യൂബിലിറ്റി കൂടും. ആ നിയമത്തിനെ പറയുന്നവർ എന്തുവാണ്? ഹെൻറീസ് ലോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം? ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ വേപ്പർ ഫേസില് അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ മോൾ ഫ്രാക്ഷൻ എവിടെയാണ്? സൊല്യൂഷനകത്തുള്ള മോൾ ഫ്രാക്ഷൻ ആണ്. ഹെൻറീസ് കോൺസ്റ്റന്റ് ഓരോ ഗ്യാസിന്റെയും നേച്ചറിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങള് ഒരു കാരണവശാലും മറക്കല്ല. ഇനി ഹെൻറീസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. ആ ഗ്രാഫ് എങ്ങനെ വരുന്ന വെച്ചാല് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്ന വെച്ചാല് എക്സ് ആക്സിസില് എക്സ് നമ്മൾ എടുക്കുന്ന മോൾ ഫ്രാക്ഷൻ എടുക്കും, വൈയിൽ എടുക്കുന്ന പാർഷ്യൽ പ്രഷർ എടുക്കും. വൈയിൽ എടുക്കുന്ന എന്താണ്? പാർഷ്യൽ പ്രഷർ എടുക്കും. ഈ രീതിയിലൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ഒരു കാരണവശാലും മറക്കരുത്.
എക്സിൽ എന്താണ് എടുക്കുന്നത്? മോൾ ഫ്രാക്ഷൻ എടുക്കുന്നത്. മോൾ ഫ്രാക്ഷൻ റെപ്രസെന്റ് കൈയാണ്. വൈയിൽ എടുക്കുന്നത് പാർഷ്യൽ പ്രഷർ ആണ്. ഈ രീതിയിലുള്ള ഗ്രാഫാണ് ഹെൻറിയസ് ലോയുടെ കേസിൽ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കാണാം. അങ്ങനെയാണെങ്കിൽ നിത്യജീവിതത്തില് ഹെൻറിയസ് ലോ അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെ കേസിലാണ്? നിത്യജീവിതത്തില് ഹെൻറിയസ് ലോ അപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അതിനെ കുറിച്ചാണ് പറയുന്നത്. മിക്കവാറും എക്സാമിന്റെ ക്വസ്റ്റ്യന് നമ്മുടെ ആപ്ലിക്കേഷൻ ബേസ് ആയി നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഹെൻറിയസ് ലോയുടെ? ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിയസ് ലോ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 കാര്യങ്ങൾ എന്ന് വെച്ചാല് ഫസ്റ്റ് കേസ് സോഡ വാട്ടർ നിർമ്മിക്കുന്ന കേസ്. സോഡ വാട്ടർ നിർമ്മിക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഉയർന്ന പ്രഷർ കൊടുത്തേ പറ്റൂ. ഏത് ലോയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഒരു ഡൗട്ടും വേണ്ട, അവിടെ അപ്ലൈ ചെയ്യുന്ന ലോ ഏത് തന്നെയാണ്? ഹെൻറിയസ് ലോ തന്നെയാണ്. രണ്ടാമത്തെ കേസ് ഉയർന്ന പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പം നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്ന ഓക്സിജന്റെ അളവ് കുറയും. എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിലെ പ്രഷർ കുറവാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്ന ഓക്സിജന്റെ അളവ് കുറയും. അങ്ങനെ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതിനെ പ്രോപ്പറായിട്ട് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. ഈ ഒരു കണ്ടീഷനെ പറയുന്നത് അനോക്സിയ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അനോക്സിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ഉയർന്ന പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവായതുകൊണ്ട് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്ന ഓക്സിജന്റെ അളവ് കുറയും. അതുകൊണ്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കണ്ടീഷനെ പറയുന്നവരാണ് അനോക്സിയ. ഇത് ഏതിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്? ഹെൻറിയസ് ലോയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. 3 നിങ്ങൾ സ്ക്യൂബ ഡൈവേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മുങ്ങൽ വിദഗ്ധരെ കുറിച്ച് കേട്ടില്ലോ? അവര് ഈ കുറെ സിലിണ്ടർ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? ഈ സിലിണ്ടറിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതലായി ചിന്തിക്കുന്നത് ആ സിലിണ്ടറിനകത്ത് ഓക്സിജൻ ആയിരിക്കാം. പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ഒരു കാരണവശാലും ഓക്സിജൻ മാത്രമല്ല. അതിനുള്ള കാരണമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഒരു നദിയാണ്. മുങ്ങൽ വിദഗ്ധര് വെള്ളത്തിനടിയിലോട്ട് പോകും. വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന വെച്ചാൽ വെള്ളത്തിനടിയിലോ പ്രഷർ കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡില് ഒരുപാട് ഗ്യാസ് ഡിസോൾവ് ചെയ്യും. ഈ ഒരു സന്ദർഭത്തില് ഒരുപാട് ഗ്യാസ് ഡിസോൾവ് ചെയ്യും. ഇവർ ഈ വെള്ളത്തിനടിയിൽ പോയിട്ട് ഇവർ പിന്നീട് മുകളിലോട്ട് വരുന്നതോറും എന്തോ ചെയ്യും? പ്രഷർ കുറയും. ഈ വെള്ളത്തിന്റെ സർഫസിൽ വന്നിട്ട് മുകളിലോട്ട് വരിക. ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രഷർ പെട്ടെന്ന് കുറയും. പെട്ടെന്ന് പ്രഷർ കുറയുമ്പോൾ നമ്മളെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യപ്പെട്ട ഗ്യാസസ് റിലീസ് ചെയ്യും. പെട്ടെന്നാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ റിലീസ് ചെയ്യുന്ന കേസില് നൈട്രജന്റെ ബബിൾസ് ബ്ലഡിലുണ്ടാവും. ഇതിന്റെ ഫലമായിട്ടാണ് നൈട്രജന്റെ ബബിള് ബ്ലഡിലുണ്ടാവും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ കാപ്പിലറി എയർ ബ്ലോക്ക് ആവും. ഈ ബ്ലോക്ക് ആയാല് വലിയ വേദനയുള്ള കണ്ടീഷനാണ് അത്. ഈ വേദനയുള്ള കണ്ടീഷനെ അറിയപ്പെടുന്ന പേര് എക്സാമിൽ ചോദിക്കേ ബെൻഡ് എന്നാണ് പറയുന്നത്. എന്താണ് ബെൻഡ് എന്നാണ് പറയുന്നത്. ഈ ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചില ഗ്യാസിന്റെ മിക്സർ ആണ് സ്ക്യൂബ ഡൈവേഴ്സ് അവരുടെ സിലിണ്ടറിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഗ്യാസ് ഉപയോഗിക്കുന്ന എക്സാം ചോദിക്കും. എന്നാൽ നിങ്ങൾ പറയേണ്ടത് ഒരു കാരണവശാലും മറക്കില്ല. ഒന്ന് ഹീലിയം ഉപയോഗിക്കുന്നത് 11.7% ഏകദേശം ഉപയോഗിക്കുന്നത്. എത്രയാണ്? 11.7%. രണ്ട് നൈട്രജൻ ഉപയോഗിക്കുക 56.2% ആണ് ഉപയോഗിക്കുന്നത്. അടുത്തേതായിരിക്കും? ഇവിടെ ഒട്ടും വേണ്ട. ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. 32.1%. ഇവയുടെ മിക്സർ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവ ഉപയോഗിക്കുന്നത്. 3 ആപ്ലിക്കേഷൻ ആണ്.
ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് കേസ് സോഡ വാട്ടർ ഉപയോഗിക്കുന്ന കേസ്. 2 ഉയർന്ന അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ അനോക്സിയ എന്ന് പറയുന്ന കണ്ടീഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. 3 സ്ക്യൂബ ഡൈവിംഗ്സ് ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ മരണത്തിന് പോലും കാരണമാവുന്നതാണ്. അതായത് കഴിഞ്ഞ വർഷം ഈ ബെൻഡിന്റെ കേസ് വെച്ച് എക്സാം ചോദിച്ചു. കഴിഞ്ഞ വർഷം വർഷമാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് അവര് ഈ മിക്സർ ഓഫ് ഗ്യാസസ് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെൻറീസ് 2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചു. ഇതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്ട് ചെയ്യുന്നത്? ഏത് കേസാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്ട് ചെയ്യുന്നത്? ഈ ഒരു കേസിൽ ഇതൊരു ലിക്വിഡ് ആണ്, അവിടെ ഒരു ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുന്നു. ഈ ഗ്യാസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്നത്? അത് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തു പോകും. ഈ ഒരു സന്ദർഭത്തിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കുറയുക ചെയ്യുന്നത്. അതൊക്കെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ഈ ജലജീവികളൊക്കെ കൂടുതൽ സേഫ് ആയിരിക്കും വാം കണ്ടീഷനേക്കാൾ. എന്തുകൊണ്ടാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ജലജീവികൾ വാം കണ്ടീഷനേക്കാൾ സേഫ് ആണ്. എന്തുകൊണ്ടാണ്? നോക്കാം. ഇതിപ്പോ നദിയാന്നിരിക്കട്ടെ, നല്ല തണുപ്പുള്ള കണ്ടീഷനാണ്. തണുപ്പാന്നാ പറഞ്ഞത്. തണുപ്പാന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയുമ്പോൾ ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കൂടുക ചെയ്യുന്നത്. ഇപ്പൊ തണുത്ത കണ്ടീഷൻ ആണെങ്കിൽ പോലും ആ ജലത്തിൽ ഒരുപാട് ഗ്യാസ് സൊല്യൂബിൾ ആകും. എന്നാൽ ഈ ജലജീവികൾക്ക് ശ്വസനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയിലായിരിക്കും അവ കൂടുതൽ സേഫ്. ഏത് കണ്ടീഷനേക്കാൾ വാം കണ്ടീഷനേക്കാൾ സേഫ് ആയിരിക്കും. ഏകദേശം മനസ്സിലായില്ലേ? നമ്മള് സൊല്യൂബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു? സൊല്യൂബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു നിശ്ചിത എമൗണ്ട് സോൾവെന്റില് ഒരു വസ്തു എത്രത്തോളം ഡിസോൾവ് ആവുന്നു അതിനെ പറയുന്നവരാണ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റിന്റെ 2 കേസ് എടുത്ത് പറഞ്ഞ. ഒന്നാമത്തെ കേസ് സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ് പറഞ്ഞ. 2 ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ് പറഞ്ഞ. 2 കേസിലും ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, പ്രഷർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് പറഞ്ഞ. പ്രഷർ അഫക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ പഠിച്ച ലോയാണ് ഹെൻറീസ് ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫ് പഠിച്ച് അവിടെ ഒരു കോൺസ്റ്റന്റ് വന്ന ഏതാണ്? ഹെൻറീസ് കോൺസ്റ്റന്റ് കേസ്. അത് വ്യത്യസ്ത ഗ്യാസിന് വ്യത്യസ്ത വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ അക്വാട്ടിക് സ്പീഷീസ് തണുത്ത കാലാവസ്ഥയിൽ കൂടുതൽ സേഫ് ആയിരിക്കും. ഇതിനേക്കാൾ വാം കണ്ടീഷനേക്കാൾ സേഫ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് കിടക്കാം. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ ടോപ്പിക്കാണ്. നോക്കാം നമുക്ക് എന്തുവാ എന്നുള്ളത്. നിങ്ങൾ ഈ വേപ്പർ പ്രഷറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വേപ്പർ പ്രഷർ എന്തുകൂടെ? ആ ഹെഡിങ് നോക്കാം. കുറച്ച് ഗ്യാസ് എടുക്കുന്നു, അല്ല കുറച്ച് ലിക്വിഡ് എടുക്കുന്നു. ആ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും. ആ ഗ്യാസ് ആയിട്ട് മാറിയാൽ ആ ഗ്യാസ് അതിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആയിരിക്കും വേപ്പർ പ്രഷർ. വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സ്പേസ് ഓഫ് മാറ്ററിനകത്ത് നിങ്ങൾ പഠിച്ചാണ്. നമുക്ക് പക്ഷേ ഇവിടെ പഠിക്കേണ്ട കാര്യം വെച്ചാൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. എന്താണ് പഠിക്കേണ്ടത്? വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. ഒരു കാര്യമാണ്, നമ്മൾ ഈ 2 ലിക്വിഡിനെ എടുത്താണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഈ 2 ലിക്വിഡും വോളറ്റൈൽ ആയിരിക്കും. അവ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമല്ലോ. 2 ലിക്വിഡിനെ ചേർന്ന് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. അതെ, ഇവിടെയാണ് ഞാൻ 2 ലിക്വിഡ് എടുക്കുന്നത്. 2 ലിക്വിഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ വോളറ്റൈൽ ലിക്വിഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ വോളറ്റൈൽ ലിക്വിഡ്. 2നെയും കൂടെ ഡിസോൾവ് ചെയ്ത് ഒരു വോളറ്റൈൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ടൊന്നുകൂടെ എഴുതാൻ പോവാം. വോളറ്റൈൽ സൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്. ആ കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വോളറ്റൈൽ സൊല്യൂഷൻ.
ഇവിടെ ഞാൻ ഈ ഒന്നാമത്തെ ലിക്വിഡിന്റെ പാർഷ്യൽ പ്രഷറിനെ P1 എന്നെടുക്കുന്നത് P1 എന്നെടുക്കും. രണ്ടാമത്തെ ഗ്യാസിന്റെ ലിക്വിഡിന്റെ പാർഷ്യൽ പ്രഷറിനെ P2 എന്നെടുക്കും. ഓക്കെ ആണല്ലേ? അടുത്തത് നമ്മുടെ സൊല്യൂഷനകത്ത് ഒന്നാമത്തെ ലിക്വിഡിന്റെ മോൾ ഫ്രാക്ഷൻ K1 വരുന്നു. ഒന്നാമത്തെ ലിക്വിഡിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് K1 വരുന്നു. രണ്ടാമത്തെ ലിക്വിഡിന്റെ മോൾ ഫ്രാക്ഷൻ എവിടെയാ? ഈ സൊല്യൂഷനകത്ത് ഞാൻ K2 എടുക്കും. സിമ്പിൾ. ഈ P1 എന്ന് പറയുന്നത് K1 ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. P2 എന്ന് പറയുന്നത് K2 ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷൻ സൈൻ മാറ്റി നമ്മൾ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് എങ്ങനെ വരും നോക്കിയേ. P1 P10 K1. അടുത്ത കേസോ P2 P20 K2. ഈ നിയമത്തിനെ അറിയപ്പെടുന്ന പേരാണ് റോൾസ് ലോ. എന്താ പറയുന്നത്? റോൾസ് ലോ. വീഡിയോ കിട്ടി കാണത്തില്ല, നമ്മളോട് പറയാം. ഏറ്റവും എളുപ്പമായിട്ട് പറയാമെങ്കിലോ ശ്രദ്ധിച്ചിരിക്കണേ. ഒരു വോളറ്റൈൽ സൊല്യൂഷന്റെ കേസ്, ആ വോളറ്റൈൽ സൊല്യൂഷൻ എങ്ങനെയാ? രണ്ട് ലിക്വിഡ് ചേർത്തുണ്ടാക്കിയ വോളറ്റൈൽ സൊല്യൂഷനാണ്. അങ്ങനെ ഒരു വോളറ്റൈൽ സൊല്യൂഷന്റെ കേസില് അവിടെയുള്ള ഓരോ ലിക്വിഡിന്റെയും പാർഷ്യൽ പ്രഷറോ ഏതിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ സൊല്യൂഷനകത്തുള്ള അവയുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ നിയമത്തിനെ അറിയപ്പെടുന്ന പേരാണ് റോൾസ് ലോ. ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് വന്നു. എന്തൊക്കെയാ? P10 വന്നു, അതുപോലെ P20 വന്നു. ആ കോൺസ്റ്റന്റ് എന്തെന്ന് വെച്ചാൽ പറയണം. ഈ P10യുടെ കേസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പം ഈ P1 യഥാർത്ഥത്തിലെ ഈ ഒന്നാമത്തെ ആളിപ്പോ സൊല്യൂഷൻ അല്ലേ ഇരിക്കുന്നത്. P10 എന്തെന്ന് വെച്ചാൽ പറയണം. നമ്മുടെ ആ ഒന്നാമത്തെ ആള് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അയാളുടെ വേപ്പർ പ്രഷർ ആണ് P10. ഇനി P20 എന്തെന്ന് വെച്ചാൽ പറയണം. ഇപ്പൊ രണ്ടാമത്തെ ആൾ ഈ സൊല്യൂഷനകത്തായിരിക്കുമ്പോ അയാള് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അയാളുടെ വേപ്പർ പ്രഷർ ആണ് P20. റോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയട്ടെ. In case of a volatile solution, the partial pressure of each component is proportional to its mole fraction in solution. ആണ് റോൾസ്. ഈ ലോയും കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പം തോന്നാം നമ്മുടെ ഹെൻറീസ് ലോയും അതുപോലെ റോൾസ് ലോയും തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റി ഉണ്ടോ. അപ്പൊ ഇതുവരെ ചെക്ക് ചെയ്യാം. എന്തൊക്കെയോ സിമിലാരിറ്റി തോന്നില്ലയോ നോക്കാം നമുക്ക്. ഈ ഹെൻറീസ് ലോയുടെ കേസിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നോക്കുന്നത്? എങ്ങനെയായിരുന്നു ഇക്വേഷൻ നോക്കുന്നത്? ഹെൻറീസ് ലോയുടെ കേസിൽ എങ്ങനെയായിരുന്നു ഇക്വേഷൻ? P ഏതായിരുന്നു പ്രൊപ്പോർഷണൽ? P പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നായിരുന്നു. എന്നിട്ട് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? P കോൺസ്റ്റന്റ് എന്നായിരുന്നു. ഏതായിരുന്നു കോൺസ്റ്റന്റ്? KH into മോൾ ഫ്രാക്ഷൻ. ഇതായിരുന്നു ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ റോൾസ് ലോയുടെ ഇക്വേഷൻ ആയിരുന്നു എന്താ? റോൾസ് ലോയുടെ ഇക്വേഷൻ നമുക്ക് എന്താ? ഫസ്റ്റ് ഇക്വേഷൻ വന്ന് ഞാൻ എഴുതാം. P1 എങ്ങനെയായിരുന്നു? P10 K1. അടുത്ത ഇക്വേഷൻ ആയിരുന്നു P2 P20 K2. ഇതിനെ ജനറൽ ആയിട്ട് എഴുതാം. Pi Pi0 Ki. ഞാൻ രണ്ട് ഇക്വേഷൻ എടുത്തു. ഇത് ഹെൻറീസ് ലോയുടെ ഇക്വേഷനും ഇതാണ് റോൾസ് ലോയുടെ ഇക്വേഷനും. നിങ്ങൾ രണ്ട് ഇക്വേഷന്റെ ഇട സൈഡ് നോക്കിയേ. രണ്ട് ഇക്വേഷന്റെയും ഇട സൈഡില് പാർഷ്യൽ പ്രഷർ ആണ്. രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് നോക്കി. രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ എന്തോന്നിരിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ആണ് വരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ഹെൻറീസ് ലോയുടെ കേസിൽ അവിടെ ഒരു ഗ്യാസിന്റെ കേസാണ് വരുന്നത്. ഈ പാർഷ്യൽ പ്രഷർ ഏത് കേസാണ്? ഗ്യാസിന്റെ കേസാണ്. പക്ഷേ റോൾസ് ലോയുടെ കേസിൽ നമ്മൾ പറയുന്നത് ഒരു വോളറ്റൈൽ സൊല്യൂഷൻ കേസാണ് പറയുന്നത്. അതിന്റെ കേസ് പറയുന്നത് വോളറ്റൈൽ സൊല്യൂഷൻ കേസാണ് പറയുന്നത്. ഡിഫറൻസ് എന്താണ്? ഹെൻറീസ് ലോയുടെ കേസിൽ KH റോൾസ് ലോയുടെ കേസിൽ KH നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് P0. ആ ഒരു വ്യത്യാസമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുക ഹെൻറീസ് ലോയുടെ ഒരു മോഡിഫൈഡ് ഫോമാണ് റോൾസ് ലോ. ഒരു കണ്ടീഷൻ വരും. എങ്ങനെയാണ്? ആ സന്ദർഭത്തിൽ KH ഏത് തുല്യമായിട്ട് വരണം?
PI0 ക്ക് തുല്യമായിട്ട് വരണം. KH PI0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് തുല്യമായിട്ട് വരുമ്പോൾ നമുക്ക് പറയാം ഹെൻറീസ് ലോയുടെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ഏത് റോൾസ് ലോ. ഇൻഡിക്കേഷൻ മറക്കല്ലേ. ഇൻഡിക്കേഷൻ എന്താണ്? P is equal to KH into mole fraction. രണ്ടാമത്തേത് PI is equal to PI0 into